കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് നിക്ഷേപിച്ചതെന്നും പണം തിരികെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. 2007 മുതൽ ആ ബാങ്കിലാണ് പണം നിക്ഷേപിക്കുന്നത്. പണം അവിടെ നിക്ഷേപിക്കണോ എന്ന് സാബു പലപ്പോഴും ചോദിക്കുമായിരുന്നു. ബാങ്കിൽ നിന്ന് പണം തിരികെ ചോദിച്ച് സാബു മടുത്തിരുന്നുവെന്നും മേരിക്കുട്ടി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ചികിത്സാ ആവശ്യത്തിനായി നിക്ഷേപത്തുക ചോദിച്ചപ്പോൾ തിരികെ നൽകാത്തതിനെ തുടർന്ന് കട്ടപ്പനയിലെ വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരിയിലെ സാബു സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ തൂങ്ങി മരിച്ചത്. ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മേരിക്കുട്ടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: ഉണ്ടായിരുന്ന പൈസ മുഴുവൻ അവിടെയാണ് നിക്ഷേപിച്ചിരുന്നത്. അടുത്തുള്ള സന്ധ്യ എന്ന കുട്ടി കുറച്ച് നിക്ഷേപം നടത്തുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് പണം നിക്ഷേപിച്ചത്. 2007 മുതൽ ആ ബാങ്കിലാണ് പണം നിക്ഷേപിക്കുന്നത്. നമ്മുടെ പൈസ കൊണ്ട് അവർ നന്നായി പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പൈസ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. സ്ഥലക്കേസ് വന്നപ്പോഴാണ് അത്യാവശ്യമായി പണം എടുക്കേണ്ടി വന്നത്. അഡ്വാൻസ് കൊടുക്കാൻ 10 ലക്ഷം രൂപ വേണ്ടി വന്നു. ഇതിനായി ചെന്നപ്പോൾ ഇപ്പോൾ ഉണ്ടാകില്ല, പെട്ടെന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാകില്ലെന്ന് സെക്രട്ടറിയും മറ്റും പറഞ്ഞു. സ്ഥലം വാങ്ങാൻ ഒരുപാട് നാളായി ആലോചിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും പണം തരണമെന്ന് ഒരുപാട് അഭ്യർത്ഥിച്ചപ്പോൾ കുറച്ച് പൈസ ആദ്യം തന്നു. 3 ലക്ഷം രൂപ തരികയും അത് അഡ്വാൻസ് ആയി കൊടുക്കുകയും ചെയ്തു. സ്ഥലം വാങ്ങാൻ 34 ലക്ഷം രൂപ വേണ്ടി വന്നു. ബാങ്കിൽ ചെല്ലുമ്പോൾ നടക്കുന്ന കേസല്ല, നിങ്ങൾ പറയുമ്പോൾ കാശ് ഉണ്ടാകില്ലെന്നും പറയും. ഞങ്ങൾ നിക്ഷേപിച്ച പണത്തിന് വേണ്ടിയാണ് കയറി ഇറങ്ങിയത്. അന്ന് 55-60 ലക്ഷം രൂപയോളം അവിടെ കിടക്കുകയായിരുന്നു. ആ പൈസയിൽ നിന്ന് തരാനല്ലേ പറയുന്നത് എന്ന് ചോദിച്ചു. അതുപോലും തരാൻ അവർക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരുപാട് നടന്നാണ് അവസാനം ഒരു തരത്തിൽ പൈസ വാങ്ങിയത്. ഈ അടുത്ത് ഒരു ആശുപത്രി കേസ് വന്നു. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, പക്ഷേ യൂട്രസ് സംബന്ധമായ അസുഖത്തിന് 2 വർഷം കഴിയാതെ ഇൻഷുറൻസ് ലഭിക്കില്ലെന്ന് പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് 2 ലക്ഷം രൂപയെങ്കിലും വേണമായിരുന്നു. എൻ്റെ പേരിലുള്ളതും സാബുവിൻ്റെ പേരിലുള്ളതുമായ 3 റെസിപ്റ്റും കൊണ്ടാണ് ബാങ്കിൽ ചെന്നത്. പൈസ തരാൻ ഒരു രക്ഷയുമില്ല. നിങ്ങൾക്ക് മാസം മാസം തരാമെന്ന് പറഞ്ഞ വീതം കഴിഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത മാസം 30-ാം തീയതി വന്നാൽ മതിയെന്ന് സെക്രട്ടറി പറഞ്ഞു. അതോടെ പൈസ ഇല്ലാതെ ആശുപത്രിയിൽ പോയി. പിറ്റേ ദിവസം സാബു ചെന്നിട്ട് നടന്നില്ല. പിന്നെ കൊച്ചിനെ പറഞ്ഞു വിട്ടു. അമ്മയുടെ അസുഖ കേസാണ്, പൈസ തരണമെന്ന് കൊച്ചു പറഞ്ഞു. അതോടെ വൈകുന്നേരമായപ്പോൾ 40,000 രൂപയും പിറ്റേ ദിവസം 40,000 രൂപയും അടക്കം മൊത്തം 80,000 രൂപ തന്നു. പിറ്റേ ദിവസം 10 മണിയാകുമ്പോഴാണ് സാബു ബാങ്കിൽ ചെല്ലുന്നത്. ബിനോയ് എന്ന് പറയുന്നയാൾ ചീത്ത വിളിച്ചു. പൈസ ഇപ്പോൾ ഉണ്ടാകില്ല, ഞാൻ ആ പൈസ വാങ്ങിയത് എന്നോട് പറയാൻ സെക്രട്ടറി റേജി പറഞ്ഞു. അവർ പിടിച്ച് തള്ളിയെന്നാണ് സാബു പറഞ്ഞത്. ഇതോടെ വലിയ വിഷമത്തിലായിരുന്നു സാബു. 3 മണിക്ക് പൈസ ഇട്ട് തരുമെന്ന് അവർ പറഞ്ഞു. 3 മണിക്ക് ആശുപത്രിയിൽ നിന്ന് ഞാൻ വിളിച്ചു. സെക്രട്ടറിയെ വിളിച്ചപ്പോൾ 80,000 രൂപ തന്നുവെന്നും ഈ മാസത്തെ വിഹിതം കഴിഞ്ഞുവെന്നും പറഞ്ഞു. പണം ഇനി ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പൈസ തരാതെ പറ്റില്ല, ഓപ്പറേഷൻ കേസാണ്, റെഡിയാക്കി തരണം എന്ന് ഞാൻ പറഞ്ഞു. സാബു വീണ്ടും വിളിച്ചപ്പോൾ വേറെ ഒരാളാണ് ഫോൺ എടുത്തത്. മറ്റൊരാളുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് അയാൾ സാബുവിനോട് പറഞ്ഞു. VR സജിയാണ് സംസാരിച്ചത്. അപ്പോഴാണ് ഭീഷണി സന്ദേശം വന്നത്. നിനക്കിട്ട് പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. രാത്രി വിളിച്ചതുമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പോകാം. പൈസ എങ്ങനെയും ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. നമ്മൾ ഒരു ട്രാപ്പിൽ പെട്ടുപോയി. ഇനി ആ പൈസ കിട്ടില്ല എന്ന് സാബു പറഞ്ഞു. ജോയി വെട്ടുകുഴി സാറിനെ പോയി കാണാമെന്ന് സാബു പറഞ്ഞു. നമ്മളായിട്ടൊരു സ്ഥാപനം നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഞാനാണ് സമാധാനിപ്പിച്ചത്. പല പ്രാവശ്യം സാബു പലരെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങിയതാണ്. ഒരുപാട് പിടിപാടൊന്നുമില്ലെങ്കിലും എന്നാൽ പലരെയും കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കിയതാണ്. ഞാനാണ് തടഞ്ഞത്. ഒരു ബാങ്ക് അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിപ്പിച്ചു. ഇപ്പോൾ ആർക്ക് പോയി? ഇതായിരുന്നു സാബുവിൻ്റെ ഭാര്യ മേരിക്കുട്ടിയുടെ വാക്കുകൾ.